من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികൾ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാരുണ്യവാനായ നമ്മുടെ റബ്ബ് നമ്മുടെ നന്മക്കായി നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളും കൽപ്പനകളും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അങ്ങനെ മുഴുവൻ മേഖലകളിലും പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച് ജീവിതാവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രബോധനവുമായി ഇറങ്ങിയ സമയത്ത് ഒരുപാട് ആളുകൾ വിശ്വസിക്കുകയും അതിലേറെ ആളുകൾ അവിശ്വസിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ശത്രുക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഊരുവിലക്ക് ഏർപ്പെടുത്തിയ സന്ദർഭം, പ്രവാചകന് നേരെ അക്രമങ്ങൾ അഴിച്ചുവിട്ട സന്ദർഭം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ ആരോപണങ്ങൾ ഇറങ്ങിയ സന്ദർഭം, സാഹചര്യം, അവിടങ്ങളിലെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തണലായി, താങ്ങായി പ്രവാചകന്റെ കുടുംബത്തിൽ നിന്നും പ്രവാചകനെ സംരക്ഷിച്ചത് പ്രവാചകന്റെ പിതാവിൻ്റെ സഹോദരനായ അബൂ ത്വാലിബായിരുന്നു. ആ അബൂ ത്വാലിബ് അവിടുത്തെ ജീവിത അവസാനം വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു പോന്നു. അബൂ ത്വാലിബിൻ്റെ മരണം പ്രവാചകനിലേറെ വിഷമമുണ്ടാക്കിയിരുന്നു എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ചരിത്രകാരന്മാർ ആമുൽ ഹുസൻ, ദുഃഖവർഷം എന്നാണ് അബൂ ത്വാലിബിൻ്റെയും ഖദീജ റളിയല്ലാഹു അൻഹയുടെയും മരണം നടന്ന വർഷത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും കരുത്തുമായി നിന്ന അബൂ ത്വാലിബ് മരണനേരത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിൻ്റെ ചാരത്തിരുന്നു കൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് പറയണം, ബാക്കി റബ്ബിനോട് ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്തു കൊള്ളാം എന്ന് കേണുകൊണ്ട് അങ്ങേയറ്റം
താഴ്ന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അപേക്ഷിച്ചിരുന്നു. എന്നാൽ അത് കേൾക്കാൻ ആ അവസാന നേരം വരെ അബൂ താലിബ് തയ്യാറായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ആഗ്രഹിച്ച അബൂ ത്വാലിബിന് ലഭിക്കാത്ത ഹിദായത്താണ് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ലഭിച്ചിട്ടുള്ള ഈ ഒരു വിശ്വാസം, ഈ ഒരു ഈമാൻ എന്ന് പറയുന്നത്. ജീവിതത്തിൽ എന്ത് നേടി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പല നഷ്ടങ്ങളുടെയും കണക്കുകളായിരിക്കും അത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയായി നമ്മൾ പറയാറുള്ളത്. എന്നാൽ നമ്മൾ നേടിയതിൽ വെച്ച് ഏറ്റവും വലിയ നേട്ടം, നമുക്കെന്തൊക്കെ നഷ്ടപ്പെട്ടാലും ആ നഷ്ടങ്ങൾക്കെല്ലാം ബദലായി മാറുന്ന, ആ നഷ്ടങ്ങളെക്കാളെല്ലാം എത്രയോ മടങ്ങ് വലുതായി മാറുന്ന വലിയൊരു നേട്ടമാണ് നമ്മൾ നേടിയിട്ടുള്ള ഹിദായത്ത്, സന്മാർഗം, സത്യവിശ്വാസം എന്നൊക്കെ പറയുന്നത്. ആ സത്യവിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ജീവിതാവസാനം വരെ അത് ഉൾക്കൊണ്ട് ജീവിക്കുവാൻ നാഥൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു നന്മ, ഈ ഒരു ഹിദായത്ത്, അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നേടിയ വലിയ നേട്ടം ആയി നമ്മുടെ മനസ്സുകളിൽ മാത്രം സൂക്ഷിച്ചിരുന്നാൽ പോരാ. അതല്ലെങ്കിൽ കേവലം നമസ്കാരത്തിലും നോമ്പിലും സക്കാത്തിലും ഇബാദത്തിലും മാത്രം ചുരുക്കിയാൽ പോരാ. മറിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ മുഴുവനും അത് പ്രകടമായി, അത് തിളങ്ങി നിൽക്കണം. ആ ഈമാൻ, ആ വിശ്വാസം അത് നമ്മുടെ ജീവിതങ്ങളിൽ തിളങ്ങി നിൽക്കണം. നമ്മുടെ നടത്തത്തിൽ, നമ്മുടെ ഇരുത്തത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ ഇടപെടലുകളിൽ, ഭാര്യയോട്, മക്കളോട്, സഹപാഠികളോട്, സുഹൃത്തുക്കളോട്, സഹപ്രവർത്തകരോട്, ജീവിതത്തിൽ നാം ഇടപെടുന്ന മേഖലകളിലെല്ലാം ആ വിശ്വാസം അത് തിളങ്ങി, അത് പ്രകടമായി നിൽക്കണം എന്ന്, അതിനുവേണ്ടി നാം ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യണം. എന്താണ് നന്മ, എന്താണ് ഈമാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 177-ാമത്തെ സൂക്തത്തിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട്. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബ്ലൽ മശ്രിഖി വൽ മഗ്രിബ്. നന്മ എന്ന് പറയുന്നത് നിങ്ങൾ പടിഞ്ഞാറോ കിഴക്കോ ഖിബ്ലയായി സ്വീകരിച്ച് അവിടെ നിന്ന് നമസ്കരിച്ച് അവിടെ നിന്ന് കുമ്പിടുന്നതല്ല നന്മയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു. വലാകിന്നൽ ബിർറ, എന്താണ് നന്മ? പക്ഷേ നന്മയെന്നാൽ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്, അന്ത്യദിനത്തിലുള്ള വിശ്വാസമാണ്. വമലായികതി വകിതാബി വന്നബിയീൻ, അതേപോലെ മലക്കുകളിലും അല്ലാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിലും അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരിലുമുള്ള വിശ്വാസമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, വആതൽ മാല അലാ ഹുബ്ബിഹി, നിങ്ങൾക്ക് നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത് അതിനോട് നിങ്ങൾക്കേറെ പ്രിയമുണ്ടായിട്ട്, അതിനോട് നിങ്ങൾക്കേറെ ഇഷ്ടമുണ്ടായിട്ട് ആ സമ്പത്തിനെ നിങ്ങൾ ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകിൻ വബിനിസ് സബീൽ വസ്സാഇലി വഫിർ റിഖാബ്, അതിനോട് നിങ്ങൾക്ക് പ്രിയമുണ്ടായിട്ടും അത് നിങ്ങൾ ബന്ധുക്കൾക്ക്, അനാഥകൾക്ക്, അഗതികൾക്ക്, വഴിപോക്കന്, ചോദിച്ചു വരുന്നവർക്ക്, അടിമമോചനത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അതാകുന്നു നന്മയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വഇഖാമസ് സ്വലാത്ത്, അതേപോലെ നമസ്കാരം നിലനിർത്തലും, വആത്തുസ് സകാത്ത്, സകാത്ത് നൽകലും, വൽമൂഫൂന ബിഅഹദിഹിം ഇദാ അഹദു, നിങ്ങൾ ആരോടെങ്കിലും കരാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കരാർ പാലിക്കലും, അതെല്ലാം നന്മയാകുന്നു, ഈമാനാകുന്നു എന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വസ്സാബിരീന ഫിൽ ബഅസായി വല്ലറാ വഹീനൽ ബഅസ്. യുദ്ധസമയങ്ങളിലും അല്ലാത്ത സമയങ്ങളിലും ദുരിതമുണ്ടാകുമ്പോഴും ദുരന്തമുണ്ടാകുമ്പോൾ ക്ഷമിക്കുകയും ചെയ്യുന്നത് അതും നന്മയാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഉലൈകല്ലദീന സ്വദഖൂ, അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസികൾ, സത്യമാർഗം സ്വീകരിച്ചവർ, വിശ്വാസികളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാകുന്നു മുത്തഖീങ്ങളെന്ന് അല്ലാഹു തആല തുടർന്നുകൊണ്ട് വിശദീകരിച്ച് ആ ആയത്ത് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു, കേവലം പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് കുമ്പിടൽ നമസ്കരിക്കലല്ല വിശ്വാസം, മറിച്ച് അള്ളാഹുവിലും അന്ത്യദിനത്തിലും നബിമാരിലും അതേപോലെ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിലും മലായിക്കത്തുകളിലുമുള്ള വിശ്വാസം, അത് അങ്ങേയറ്റത്തെ വിശ്വാസമായിരിക്കണം, അത് അങ്ങേയറ്റത്തെ ഉറപ്പായിരിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് അത് കേവലം ഒരു രാത്രി ഉറങ്ങിയെഴുന്നേൽക്കുമ്പോൾ മറക്കുവാനുള്ള ഒന്നല്ല. വിശ്വാസം എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ട ഉറപ്പാണ്. വിശ്വാസം എന്ന് പറയുന്നത് ആ വിശ്വാസം നമ്മളിലുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം എന്ന് വിലയിരുത്തി ആലോചിച്ചു നോക്കുക. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് ഈമാൻ കാര്യം ചൊല്ലിപ്പടിച്ചവരാണ് ചെറുപ്പം മുതൽ നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസമാണ് ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തത് എന്ന് നമ്മൾ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നു, പഠിപ്പിച്ചു കൊടുക്കുന്നു. നമ്മളെല്ലാം നമ്മുടെ ജീവിതങ്ങളിൽ ഒന്നാലോചിച്ചു നോക്കുക. അള്ളാഹു എല്ലാം കാണുന്നു, അള്ളാഹു എല്ലാം അറിയുന്നു, അള്ളാഹു എല്ലാം കേൾക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. അള്ളാഹു എല്ലാം അറിയുമെന്നറിഞ്ഞിട്ട്, അള്ളാഹു എല്ലാം കേൾക്കുമെന്നറിഞ്ഞിട്ട്, അള്ളാഹു എല്ലാം കാണുമെന്നറിഞ്ഞിട്ട്, ഇതെല്ലാം അറിഞ്ഞിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ലാത്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കാത്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കാണരുത്, പോവരുത്, കേൾക്കരുത്, അടുക്കരുത്, ചിന്തിക്കരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ നമ്മുടെ ജീവിതങ്ങളിൽ രഹസ്യമോ പരസ്യമോ ആയി ചെയ്തവരാണ് എങ്കിൽ ഞാനും നിങ്ങളും നമ്മളോട് സ്വന്തത്തോട് ചോദിക്കുക, എവിടെയാണ് നമ്മുടെ വിശ്വാസം? എവിടെയാണ് നമ്മുടെ വിശ്വാസം? അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് കേവലം ചൊല്ലിപ്പറയുവാനുള്ള ഒന്നല്ല, മറിച്ചത് ജീവിതത്തിൽ പ്രകടമാകേണ്ട ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശ്വാസികളുടെ ഒരു പ്രത്യേകതയെ പഠിപ്പിച്ചു. വിശ്വാസികൾക്ക് സമ്പത്തിനോട്, സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിനോട് പ്രിയമുണ്ടായിട്ട്, ആവശ്യമുണ്ടായിട്ട്, അതുകൊണ്ട് വീടിന്റെ പണികൾ, അതുകൊണ്ട് വീടിന്റെ മൈൻ്റനൻസുകൾ, അതുകൊണ്ട് പുതിയ മൊബൈൽ അപ്ഗ്രേഡ് ചെയ്യാൻ, അതുകൊണ്ട് പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ, അതുകൊണ്ട് പല ആവശ്യങ്ങളും നമുക്കുണ്ടായിട്ടും അത് കുടുംബങ്ങൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കനും ചോദിച്ചു വരുന്നവനും അടിമമോചനത്തിനുമായിട്ട് വിശ്വാസികൾ ചെലവഴിക്കുന്നുണ്ട് എങ്കിൽ അതാണ് ഈമാനിന്റെ പ്രകടമായ രൂപമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അത് വിശ്വാസികൾക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ്. ഏത് സമയത്തും സന്തോഷത്തോടുകൂടി വിനിയോഗിക്കുവാൻ, അനാഥൻ അഗതി അതാരായാലും ശരി, അവന് എന്താണോ ആവശ്യം ആ ആവശ്യം നിറവേറ്റി കൊടുക്കുവാൻ, അതൊരു 10 രൂപയായാലും 10 രൂപയുടെ ചായയായാലും 10 രൂപയുടെ വെള്ളമായാലും എന്തായാലും ശരി, എങ്ങനെയെല്ലാം കൊടുക്കുവാൻ കഴിയുമോ അങ്ങനെയെല്ലാം കൊടുക്കുന്ന പ്രകടനത്തിന്റെ അതിന്റെ രൂപമാണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാൻ വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രകടമാകണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാ 135-36 വചനങ്ങളിലൂടെ പറയുന്നുണ്ട്. 36-ാമത്തെ വചനത്തിൽ വിശ്വാസികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് എന്തിലെല്ലാം വിശ്വസിക്കണമെന്ന് പറയുമ്പോ 35-ാം അധ്യായത്തിൽ 35-ാം സൂക്തത്തിൽ 135-ാം സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുന്നത് അവരുടെ വിശ്വാസത്തിൽ പ്രകടമാകേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. യാ അയ്യുഹല്ലസീന ആമനൂ, അല്ലയോ വിശ്വസിച്ച ആളുകളെ, ഖൂലൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരെന്നുള്ള നിലയിൽ നിങ്ങൾ അതിൽ അല്ലാഹുവിന് വേണ്ടി വളരെയധികം കണിശമായി കൊണ്ട് അല്ലാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരായി നിങ്ങൾ മാറണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ
ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ട് നമ്മളോട് പറയുന്നു, വലൗ അലാ അൻഫുസിക്കും അവിൽ വാലിദൈനി അവിൽ അഖറബീൻ. ആ അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നവരെന്നുള്ള നിലയിൽ, അതിൽ കണിശമായ നിലയിൽ നിങ്ങൾ നീതി പുലർത്തുന്നവരായിരിക്കണം. അത് നിങ്ങൾക്ക് തന്നെയോ അതല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ പ്രതികൂലമായി തീർന്നാലും ശരി, അതിൽ നിങ്ങൾ കണിശമായി നിൽക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹുവിനുള്ള വിശ്വാസത്തിൽ വിശ്വാസികൾ പ്രകടമാക്കേണ്ട രൂപമാണ്. വിശ്വാസിയുടെ ജീവിതത്തിലെ ഓരോ ചലനങ്ങളും അത് വിശ്വാസത്തോടു കൂടിയുള്ള പ്രകടനമാകണം. അത് വിശ്വാസിയുടെ ശരീരവും വിശ്വാസിയുടെ വസ്ത്രവും വിശ്വാസിയുടെ നടപ്പും വിശ്വാസിയുടെ ഇരുത്തവും എല്ലാം ആ വിശ്വാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ള രൂപത്തിലാകണം. അങ്ങനെ ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കുമ്പോ അത് ചിലപ്പോ സ്വന്തത്തിനോ അതല്ലെങ്കിൽ കുടുംബക്കാർക്കോ മാതാപിതാക്കൾക്കോ അതിൽ അനിഷ്ടമുണ്ടായേക്കാം. പക്ഷേ ആ അനിഷ്ടമുണ്ടാക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ കണിശമായി നീതി നിലനിർത്തുന്നവരായി മാറണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. അത് ഈമാനിൽ മാത്രമല്ല നീതി, അല്ലാഹുവിനോട് മാത്രമല്ല നീതി, ഭൂമിയിൽ നമുക്കടിയിലുള്ളതായാലും നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമായാലും എന്ത് തന്നെ ആയാലും അതിൽ നീതിയോടുകൂടിയായിരിക്കണം വിശ്വാസികൾ പ്രവർത്തിക്കേണ്ടത്. നീതി നടപ്പാക്കുന്ന അവസരങ്ങളിൽ ആ നീതി നടപ്പാക്കുമ്പോ അവിടെ അത് നമ്മുടെ മാതാപിതാക്കൾക്കെതിരായി വരുമ്പോ, നമ്മുടെ കുടുംബങ്ങൾക്കെതിരായി വരുമ്പോ, നമ്മുടെ സ്വന്തത്തിന് തന്നെ എതിരായി വരുമ്പോഴും അവിടെ ആ നീതി നടപ്പാക്കുക എന്നുള്ളതാണ് വിശ്വാസിയുടെ പ്രകടമായ വിശ്വാസ രൂപമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ നമ്മളെല്ലാം നമുക്ക് അനുകൂലമാക്കുവാനാണ് നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം നമ്മുടെ സ്വന്തത്തിന് വേണ്ടിയാക്കുവാനാണ് നമ്മൾ പലപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ നീതി നടപ്പാക്കേണ്ട അവസരം വരുമ്പോ, ഏതെങ്കിലും തരത്തിൽ വിധി തീർപ്പാക്കേണ്ട അവസരം വരുമ്പോ അതിലെന്താണ് നമ്മുടെ ലാഭം, എന്താണ് നമ്മുടെ നേട്ടം, അതിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് അനുകൂലമായത് എന്താണോ അതനുസരിച്ച് നീതി നടപ്പാക്കുന്ന കാഴ്ചകളാണ് ഇന്നിന്റെ ലോകങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കുക, പൊതുരംഗങ്ങളിൽ പലപ്പോഴായി ഇടപെടുമ്പോ നമുക്ക് ആനുകൂല്യം കിട്ടുന്ന രൂപത്തിൽ അതിനെയെല്ലാം മാറ്റിയെടുക്കുവാൻ, വളച്ചെടുക്കുവാൻ നമ്മൾ പലപ്പോഴും തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ അവിടങ്ങളിൽ നമ്മുടെ ഈമാനാണ് നഷ്ടമായി പോകുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെയധികം ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട കാര്യമാകുന്നു. അതുകൊണ്ടാണ് അല്ലാഹു തആല വിശ്വാസികളോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ആമിനു ബില്ലാഹി വറസൂലി, നിങ്ങൾ അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലിലും വിശ്വസിക്കണം. വൽ കിതാബില്ലസീ നസ്സല അലാ റസൂലിഹി, നിങ്ങളുടെ പ്രവാചകനിലേക്ക് അവതീർണമായ വേദഗ്രന്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. വൽ കിതാബില്ലസീ അൻസല മിൻ ഖബ്ലു വമൻ യക്ഫുറു ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസൂലിഹി വൽയൗമിൽ ആഖിറി ഫഖദ് വല്ല വലാലം ബഈദാ, നിങ്ങൾ അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലിലും റസൂലിനെ അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലും അവർക്ക് മുമ്പ് പ്രവാചകന്മാർക്ക് അല്ലാഹു തആല അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കണം. വമൻ കഫറ ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസൂലിഹി വൽയൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും റസൂലിലും അന്ത്യദിനത്തിലും മലായികത്തുകളിലും ഒക്കെ അവിശ്വസിച്ചാൽ ഫഖദ് വല്ല വലാലം ബഈദാ, അവർ അങ്ങേയറ്റത്തെ വഴികേടിലായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസികളെ നിങ്ങൾ വിശ്വസിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ഏതെങ്കിലും സമയങ്ങളിൽ അഴിച്ചു വെക്കുവാനുള്ള ഒന്നല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും സമയങ്ങളിൽ മാറ്റി നിർത്തുവാനുള്ള ഒന്നല്ല. സുന്നത്തുകൾ ജീവിതത്തിൽ പ്രകടമാകണം. വിശ്വാസികളുടെ ജീവിതങ്ങളിൽ വിശ്വാസങ്ങൾ പ്രകടമാകണം, ശരീരങ്ങളിൽ പ്രകടമാകണം. അത് ഭാര്യക്കോ മക്കൾക്കോ കുടുംബങ്ങൾക്കോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ കൂട്ടുകാർക്കോ ആർക്ക് തന്നെ ഇഷ്ടമായാലും ഇഷ്ടമില്ലെങ്കിലും ശരി, ആ വിശ്വാസങ്ങൾ പ്രകടമാകണം എന്നുള്ളതാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു വിശ്വാസിയായിരിക്കെ അവൻ വ്യഭിചരിക്കുകയില്ല. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട്, ശരീരത്തിന്റെ പല അവയവങ്ങൾ കൊണ്ടും അവസാനം ഗുഹ്യാവയവങ്ങൾ കൊണ്ടും പല നിലക്കുമുള്ള വ്യഭിചാരങ്ങളുണ്ട്. ആ വ്യഭിചാരങ്ങളിൽ വിശ്വാസിയായിരിക്കുന്ന അവസ്ഥയിൽ ഒരിക്കലും വ്യഭിചരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബു വഹുവ മുഅ്മിൻ. ഒരു വിശ്വാസിയായിരിക്കെ മദ്യപിക്കുകയില്ല. വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. ഒരു വിശ്വാസിയായിരിക്കെ അന്യന്റെ മുതൽ കവർന്നെടുക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്താണ് വിശ്വാസം? വ്യഭിചരിക്കാതിരിക്കലാണ് വിശ്വാസം. മദ്യപിക്കാതിരിക്കലാണ് വിശ്വാസം. അന്യന്റെ സമ്പത്ത് അത് കവർന്നെടുക്കാതിരിക്കലാണ് വിശ്വാസം. ആ വിശ്വാസങ്ങൾ ജീവിതങ്ങളിൽ പ്രകടമാകണം. എവിടെയായാലും, ഏത് രംഗങ്ങളിലായാലും, ഏത് മേഖലയിലായാലും ആ വിശ്വാസം നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ പ്രകടമാകണം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. അക്മൽ മുഅ്മിന ഈമാനൻ അഹ്സനുഹും ഖുൽഖാ. വിശ്വാസിയുടെ ജീവിതത്തിൽ വിശ്വാസം പൂർത്തിയാകുന്നത് അഹ്സനുഹും ഖുൽഖാ, അവൻ ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ ആളായി മാറുമ്പോ, അവനോട് പെരുമാറുമ്പോ, അവനോട് സംസാരിക്കുമ്പോ, അവനോട് ഇടപെടുമ്പോ, അവിടങ്ങളിലെല്ലാം വിശ്വാസിയുടെ ജീവിതത്തിൽ ആ സൽസ്വഭാവം അത് തെളിമയാർന്ന് പ്രകടമായി നിൽക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നോമ്പുകാരെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നോമ്പുകാരോട് ആരെങ്കിലും ദേഷ്യമുണ്ടാക്കുവാൻ, എന്തെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടാക്കാൻ വരുമ്പോ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറണം എന്നുള്ളതാണ്. അത് നോമ്പുകാരൻ, അത് പ്രത്യേകമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൂക്ഷ്മതക്ക് പറഞ്ഞതാണെങ്കിലും അത് വിശ്വാസിയുടെ ഏത് രംഗങ്ങളിലും ഉണ്ടാകേണ്ടതാണ്. ഇങ്ങോട്ടൊരാൾ കയർത്ത് സംസാരിക്കാൻ വരുമ്പോ വിശ്വാസിയുടെ മാന്യതയിൽ നിൽക്കണം. ഇങ്ങോട്ടൊരാൾ ദേഷ്യം പിടിപ്പിക്കാൻ വരുമ്പോ വിശ്വാസിയുടെ മാന്യതയിൽ നിൽക്കണം. ഇങ്ങോട്ടാരെങ്കിലും എന്തെങ്കിലുമൊക്കെ അപഹരിക്കാൻ വരുമ്പോ വിശ്വാസിയുടെ മാന്യതയിൽ നിൽക്കണം. എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് ചെയ്താൽ എന്താ, എന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് മുടന്തൻ ന്യായങ്ങൾ പറയുകയല്ല വിശ്വാസികൾ ചെയ്യേണ്ടത്. വിശ്വാസികളുടെ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അത് പ്രകടമായി നിൽക്കണം എന്നുള്ളതാണ് ഈ വചനങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയാണെങ്കിൽ അവൻ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അവൻ നല്ലത് പറഞ്ഞുകൊള്ളട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയക്രിം ജാറഹു. ആരെങ്കിലും അന്ത്യദിനത്തിലും അല്ലാഹുവിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവന്റെ അയൽവാസിയോട് മാന്യമായി വർത്തിച്ചു കൊള്ളട്ടെ. അതേ വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം വഇഫുഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവന്റെ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി ഇമാം ബുഖാരിയും മുസ്ലിമും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസാണ്. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ വന്നു ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ. ആ വിശ്വാസി അവൻ നല്ലതേ പറയൂ. നല്ലത് പറയാത്തവൻ അവൻ വിശ്വാസിയല്ല. നല്ലത് പറയാത്തവന്റെ ജീവിതത്തിൽ വിശ്വാസം പ്രകടമല്ല. നല്ലത് പറയുവാൻ മാത്രം നാവ് ചലിപ്പിക്കുകയും മോശം വരുമ്പോ മൗനം അവലംബിക്കുകയും ചെയ്യും. വിശ്വാസിയുടെ അയൽവാസി എന്നും സുരക്ഷിതമായിരിക്കും എന്നുള്ളതാണ്. ആ അയൽവാസിക്ക് അവരുടെ പെൺമക്കളെ, അവരുടെ ഭാര്യമാരെ, അവരുടെ സഹോദരിമാരെ ഏത് നിലക്കും വിശ്വാസത്തോടുകൂടി ആ അയൽപ്പക്കങ്ങളിലേക്ക് പറഞ്ഞയക്കാം എന്നുള്ളതാണ്. അതാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ അയൽവാസിയായി നിൽക്കുന്ന അയൽവാസിയോട് പ്രകടമായിരിക്കേണ്ട വിശ്വാസമാണത്. ആ വിശ്വാസം ജീവിതങ്ങളിൽ അയൽവാസിക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അത് നമുക്ക് കാണിച്ചു തന്നത് ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം.
അവിടുത്തെ ജീവിതത്തിലെ അവസാന സമയത്ത് നമുക്കറിയാം, പലതവണ നമ്മൾ കേട്ടതാണ്. അവസാന സമയത്ത് അവിടെ ഭക്ഷണത്തിന് ഗോതമ്പില്ല, വിളക്ക് കത്തിക്കുവാൻ എണ്ണയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കൈഞ്ഞൊടിച്ചാൽ, പ്രവാചകൻ ഒന്ന് പറഞ്ഞാൽ, പ്രവാചകൻ ഒന്ന് ആജ്ഞാപിച്ചാൽ, ഇല്ല എന്നറിഞ്ഞാൽ പോലും കൊണ്ടുവരാൻ എത്രയോ ആളുകൾ പ്രവാചകനുണ്ട്. അതായത് ഇന്ന് ഇന്ത്യയിലെ കോടീശ്വരന്മാരെക്കാളും സമ്പത്തുണ്ടായിരുന്ന, അദാനിയെക്കാളും വലിയ സമ്പത്ത് അന്നുണ്ടായിരുന്ന അന്നത്തെ വലിയ കച്ചവടക്കാരനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇന്നും പല സർവകലാശാലകളിലും പല ബിസിനസ് സ്കൂളുകളിലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്ട്രാറ്റജികൾ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നാം ആലോചിക്കണം. അത്രയും വലിയ വ്യവസായിയായ, വ്യാപാരിയായ, ബിസിനസ്സുകാരനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരു മരുമകൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. അതേപോലെ ദീനിനു വേണ്ടി തനിക്ക് ഒരുപാട് സമ്പത്ത് കൊണ്ടുവന്ന് തരുന്ന, ഒരുപാട് ഫലങ്ങൾ കൊണ്ടുവന്ന് തരുന്ന, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബൈറുഹ തോട്ടം ദാനം ചെയ്ത എത്ര സ്വഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ തൽഹയെ പോലുള്ള സ്വഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം ഉണ്ടായിട്ടും, നമ്മൾ ആലോചിക്കേണ്ട പാഠമാണ്, അവരെല്ലാവരും ഉണ്ടായിട്ടും പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ കടന്നു ചെന്നത് അയൽവാസിയായ ജൂതന്റെ അടുക്കലേക്കാണ്. നമുക്ക് നൽകുന്ന വലിയ പാഠമാണ്. അയൽവാസി വലിയൊരു ഉത്തരവാദിത്തമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിന്റെ അവസാന നേരവും നമ്മെ പഠിപ്പിച്ചു എന്നതാണ് നാം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അയൽവാസിയോട് നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ് വിശ്വാസി. അതിഥിയെ മാന്യമായി സൽക്കരിക്കുന്നവനാണ് വിശ്വാസി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ഒരു അതിഥി വരുന്നു. ഇന്നാരാണ് ഈ അതിഥിയെ സംരക്ഷിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതാ ഒരു സ്വഹാബി ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നു. എന്നിട്ട് വീട്ടിലെത്തി ഭാര്യയോട് പറയുന്നു, ഭക്ഷണം വിളമ്പണം, എന്നിട്ട് വിളക്കണക്കണം. വിളക്കണച്ചു. ഭക്ഷണം ഒരൽപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. മക്കളെ വേഗം കിടത്തി ഉറക്കി. അദ്ദേഹത്തിന് കഴിക്കാൻ പോലും ഭക്ഷണമില്ല. വിളക്കണച്ചത് കൊണ്ട് പരസ്പരം കാണാൻ സാധിക്കുന്നില്ല. അദ്ദേഹം കഴിക്കുന്നത് പോലെ അദ്ദേഹം അവിടെ ആംഗ്യം കാണിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു പറയുന്നു, താങ്കളുടെ ആ പ്രവൃത്തി കണ്ട് അള്ളാഹു പോലും സന്തോഷിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മാന്യമായ അയൽവാസിയോട് പെരുമാറണം എന്ന് പഠിപ്പിച്ച മതത്തിന്റെ വക്താക്കളാണ് നമ്മൾ. ആ നിലക്ക് അതിഥിയോട്, അയൽവാസിയോട്, നമ്മളോട് ഇടപെടുന്ന എല്ലാവരോടും ആ വിശ്വാസത്തിൽ, പ്രകടമായ വിശ്വാസത്തിൽ നമുക്ക് ആ വിശ്വാസം പ്രകടിപ്പിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അത് അങ്ങനെ പ്രകടിപ്പിക്കുമ്പോഴാണ് വിശ്വാസികൾ വിശ്വാസിയായി മാറുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ ആ വിശ്വാസം പ്രകടമായി തിളങ്ങി തെളിമയാർന്ന് നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅലാ സ്വഹാബതിഹി അജ്മഈൻ. ഊസിക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നൽ ഈമാന ലയഖ്ലഖു ഫിജ്ജൂഫി അഹദിക്കും കമാ യഖ്ലഖു സൗബ്. വസ്ത്രങ്ങൾ നുരുമ്പിപ്പോകുന്നത് പോലെ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ വിശ്വാസം നുരുമ്പിപ്പോകുമെന്നാണ്. ഫസ്അലുല്ലാഹ അൻ യജിദ്ദൽ ഈമാന ഫീ ഖുലൂബിഹിം. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങളുടെ ഈമാനിനെ പുതുക്കുവാൻ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അൽ ഈമാനു യൻഖുസു വയസീദു. ഈമാൻ വർദ്ധിക്കും, ഈമാൻ കുറയും.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഈമാൻ വർദ്ധിക്കുകയും കുറയുകയും നുരുമ്പിപ്പോവുകയും ഒക്കെ ചെയ്യുമെന്നാണ്. അതെന്നും പുതുക്കിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. നല്ല കൂട്ടുകെട്ടും നല്ല പെരുമാറ്റവും വിശുദ്ധ ഖുർആനോടുള്ള അടുപ്പവും വിശുദ്ധ ഖുർആനിന്റെ പഠനവും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ബോധവും ഇതിലൂടെയെല്ലാം നമ്മൾ ഈമാനിനെ പുതുക്കാൻ നമ്മൾ ശ്രമിക്കണം. ആ ഈമാൻ നുരുമ്പിപ്പോകുന്ന അവസ്ഥാവിശേഷങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും ഒഴിവാകുവാനും നമ്മൾ തയ്യാറാകണം. അത്തരത്തിലുള്ള കൂട്ടുകെട്ടുണ്ടെങ്കിൽ, ഈമാൻ നുരുമ്പിപ്പോകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ മൊബൈൽ ഫോണുകൾ വഴി നമ്മുടെ ഈമാനുകൾ നുരുമ്പിപ്പോകുന്നുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതെല്ലാം നമ്മൾ നിയന്ത്രിക്കണം, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അത്തരത്തിൽ ഈമാനിനെ പുതുക്കുവാൻ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് നിരന്തരമായി നമ്മളത് പ്രാർത്ഥിക്കുകയും അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ ഈമാൻ നമ്മുടെ ജീവിതങ്ങളിൽ പ്രകടമായി നിൽക്കണം. ഒരു സമയത്തും അഴിച്ചു വെക്കാനുള്ളതല്ല ഈമാൻ. ഈമാൻ ഏതെങ്കിലും തരത്തിലുള്ള വികാര പ്രകടനങ്ങളുമല്ല. അത് വിശ്വാസിയുടെ ജീവിതമാണ്. ഒരു വിശ്വാസി ഈമാനികമായി ആയിരിക്കണം ജീവിക്കേണ്ടത്. അവന്റെ ജീവിതത്തിൽ, അവന്റെ പെരുമാറ്റത്തിൽ, അവന്റെ സ്വഭാവത്തിലെല്ലാം അത് മുഴച്ചു നിൽക്കുമെന്നുള്ളതാണ്. കേവലം ശരീരത്തിലെ മതചിഹ്നങ്ങളോ വസ്ത്രങ്ങളിലെ മതചിഹ്നങ്ങളോ അല്ല ഈമാൻ, സ്വഭാവവും സംസ്കാരവും കൂടിയാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. മതചിഹ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുകയും സ്വഭാവവും സംസ്കാരവും അതെല്ലാം മോശമാവുകയും ചെയ്താൽ അവിടങ്ങളിൽ ഈമാൻ നമ്മുടെ ജീവിതങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് നമ്മുടെ ശരീരങ്ങളിൽ ഈമാനിന്റെ ചിഹ്നങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം നമ്മുടെ സ്വഭാവങ്ങളിലും സംസ്കാരങ്ങളിലും ആ ഈമാൻ ഉണ്ടാകണമെന്നുള്ളതാണ്. മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കലും, മക്കളോട് നന്മയിൽ വർത്തിക്കലും തുടങ്ങി അയൽവാസിയോടും കൂട്ടുകാരോടും സഹപ്രവർത്തകരോടും സഹപാഠിയോടും അവരോടെല്ലാം നല്ല നിലയിൽ വർത്തിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ അടയാളമായി പ്രകടമായി നിൽക്കേണ്ട ഒന്നാണ്. അങ്ങനെ മരണം വരെ ഈമാനോടുകൂടി ജീവിക്കുവാൻ അല്ലാഹു തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം അറിയിക്കുവാനുള്ളത്, നമ്മുടെ പള്ളിയുടെ എൻ്റെ ഇടതുവശത്തുള്ള നിങ്ങളുടെ വലതുവശത്തുള്ള ഈ വഴി, അത് കുറേ കാലമായി നമ്മൾ ആ വഴി അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ പല ആളുകളെയും ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും അവിടെ അതിൻ്റെ അധികാരികൾക്ക് ഒരു അപേക്ഷ നൽകുകയാണ്. ആ വഴി നന്നാക്കുവാനും, ആ ചെളി കയറി നിൽക്കുന്ന, അതുപോലെ പല പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന തരത്തിൽ കാട് കയറി നിൽക്കുന്നത് ടാർ ചെയ്യുകയോ കട്ട വിരിക്കുകയോ ചെയ്തുകൊണ്ട് അതൊന്ന് നല്ല നിലയിലാക്കുവാൻ വേണ്ടിയുള്ള ഒരു അപേക്ഷ നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാ ആളുകളും അതിൽ പങ്കുചേരണം. നിങ്ങളെല്ലാവരും അവിടെ നിങ്ങളുടെ ഒപ്പ് അവിടെ രേഖപ്പെടുത്തണമെന്നറിയിക്കുകയാണ്. ഗ്രഹനാഥന്മാർ പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ കൂടി പേരും ഒപ്പും അതിൽ രേഖപ്പെടുത്തണം എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അവൻ്റെ അടുക്കൽ സ്വീകരിക്കുന്ന അമലായി നമ്മിൽ നിന്നും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദ് മോക്ഷത്തിൻ്റെ നേർവഴി എന്ന വിഷയത്തിൽ കേരള നദവത്തുൽ മുജാഹിദീൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ക്യാമ്പയിൻ ഇന്ന് വൈകുന്നേരം 4:30 പാലാ പ്രശ്ശേരി ആലുവയിൽ വെച്ച് നടക്കുന്നുണ്ട് എന്നുള്ള വിവരം ഏവരെയും അറിയിക്കുകയാണ്. തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ ഒരുപാട് അവതരണങ്ങളും പ്രഭാഷണങ്ങളുമുണ്ട്. കഴിയുന്നത്ര ആളുകൾ കുടുംബസമേതം പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഓഗസ്റ്റ് 11 ഞായറാഴ്ച 9 മണി മുതൽ, രാവിലെ 9 മണി മുതൽ 4 മണി വരെ റൂഹ് എന്ന വിഷയത്തിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്കുള്ള ക്യാമ്പാണ്. അപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ കുടുംബസമേതം അതിൽ പങ്കെടുക്കണം എന്ന് ഉണർത്തുകയാണ്. സംശയ നിവാരണവും അടക്കം ഉള്ളൊരു ക്യാമ്പാണ്. അത് തൊട്ടടുത്തുള്ള അത്താണി സലഫി മസ്ജിദിലെ ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. അതിലും എല്ലാവരും പങ്കെടുക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും സ്വീകരിച്ച്
സഫലീകരിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഏറെ പൊറുക്കുന്ന എല്ലാം അറിയുന്ന തമ്പുരാനെ, ജീവിതത്തിന്റെ നികല മേഖലകൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണ് ഞങ്ങൾ. ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, നേതാക്കൾ, അവരുടെ എല്ലാം ഖബറിടം വിശാലമാക്കി അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണേ റബ്ബേ. റഹ്മാനായ റബ്ബേ, പലവിധത്തിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, പ്രകൃതി ദുരന്തത്തിനിരയായി വയനാട്ടിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട് റബ്ബേ. അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പഴയ പോലെയുള്ള ജീവിതങ്ങളിലേക്ക് അവരെ നീ തിരിച്ചെത്തിക്കണം റഹ്മാനെ. അവരിൽ നിന്നും അവശേഷിക്കുന്ന ആളുകൾക്ക് ക്ഷമിക്കുവാനുള്ള കഴിവിനെ നീ ഏറ്റി നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ജീവിക്കുവാനുള്ള സ്ഥൈര്യം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അവരിൽ നിന്നും പരിക്കുകൾ പറ്റി ആശുപത്രിയിൽ കഴിയുന്ന ആളുകൾക്ക് ആ പരിക്കിൽ നിന്നും ഭേദമാക്കി നീ അവർക്ക് അതിൽ നിന്നും ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഫലസ്തീനിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫലസ്തീനികൾ, അവർ ഇന്നും പല പ്രയാസങ്ങൾ ഓരോ ദിനവും അനുഭവിച്ചു കൊണ്ടിരിക്കണം റബ്ബേ. അവർക്ക് നീ സ്ഥൈര്യം നൽകണേ റബ്ബേ, സ്ഥൈര്യം നൽകണേ റബ്ബേ. ഈമാനികമായ ഉറപ്പിനെ നീ അവർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങൾക്കും അവസാനം വരെ ഈമാനികമായ ഏത് പ്രതിസന്ധി ഉണ്ടായാലും, ഏത് പ്രയാസമുണ്ടായാലും, ഏത് ദുരിതമുണ്ടായാലും, ഏത് ദുരന്തമുണ്ടായാലും അവിടങ്ങളിൽ നിന്നുമെല്ലാം ഈമാനിന്റെ ഫലത്തിൽ, ഈമാനികമായ സ്ഥൈര്യത്തിൽ ഉയർത്തി നിൽക്കുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. മരണനേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ബർസഖിന്റെ ലോകം സന്തോഷത്തോപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളെ നീ മാറ്റി ദൂരീകരിച്ച് നല്ല റിസ്ഖിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. മാന്യം അനുഭവിക്കുന്ന കച്ചവടക്കാർക്ക് അവരുടെ കച്ചവടത്തിൽ നീ ബർക്കത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم اجرنا واجر والدينا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد والحمد لله رب العالمين وسلام على المرسلين.